മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റനും ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ താരവുമായിരുന്ന കെവിൻ പീറ്റേഴ്സൺ അടുത്തിടെ നടത്തിയ ഒരു വൈകാരികമായ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. യൂട്യൂബർ രൺവീർ അലഹബാദിയുമായുള്ള അഭിമുഖത്തിൽ തന്റെ രാജ്യാന്തര കരിയർ അകാലത്തിൽ അവസാനിക്കാൻ പ്രധാന കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനെടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നുണ്ട്. IPL പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡുമായി ഉണ്ടായ കടുത്ത തർക്കങ്ങളാണ് തന്റെ കരിയറിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തുടക്കകാലത്ത് IPL വളരെ കടുത്ത നിലപാടായിരുന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് സ്വീകരിച്ചിരുന്നത്. 2008 ആദ്യ IPL സീസണിൽ കളിക്കുന്നതിൽ നിന്നും ഒട്ടുമിക്ക ഇംഗ്ലീഷ് താരങ്ങളെയും ബോർഡ് വിലക്കിയിരുന്നു. എന്നാൽ പിന്നീട് കളിക്കാരുടെ വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായി 2009 ചുരുങ്ങിയ സമയത്തേക്ക് IPL പങ്കെടുക്കാൻ ECB അനുമതി നൽകി. അങ്ങനെ കെവിൻ പീറ്റേഴ്സൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗവുമായി. എന്നാൽ ഇതിനുശേഷം IPL കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ബോർഡുമായുള്ള ബന്ധം വഷളാക്കി. വെറും 33-ാം വയസ്സിലാണ് തനിക്ക് അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നതെന്നും അല്ലെങ്കിൽ 150-ലധികം ടെസ്റ്റുകൾ കളിച്ച് 12,000-ലധികം റൺസ് തനിക്ക് നേടാമായിരുന്നു എന്നും അദ്ദേഹം വലിയ വിഷമത്തോടെയും നിരാശയോടെയും പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും തന്റെ കരിയർ തകർന്നതിൽ സങ്കടമുണ്ടെങ്കിലും ഭാവി തലമുറക്ക് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കളിക്കാനുള്ള വലിയൊരു വഴി തുറന്നു കൊടുക്കാൻ തന്റെ ഈ പോരാട്ടത്തിന് കഴിഞ്ഞു എന്നതിൽ പീറ്റേഴ്സൺ ഇന്ന് ഏറെ അഭിമാനിക്കുന്നുണ്ട്. ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഇംഗ്ലീഷ് താരങ്ങൾ IPL വലിയ രീതിയിൽ തിളങ്ങുന്നതിന് പിന്നിൽ അന്നത്തെ തന്റെ ആ വലിയ ത്യാഗവും ധീരമായ നിലപാടുകളാണെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഇന്ന് താൻ വളരെ സമാധാനപരവും സന്തോഷപരവുമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നും അദ്ദേഹം പുഞ്ചിരിയോടെ കൂട്ടിച്ചേർക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റിലേക്ക് വന്ന് ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായി മാറിയ KP എന്നുമൊരു പ്രതിഭാസമായിരുന്നു. ടാറ്റുവും സ്റ്റൈലിഷ് ഹെയർ സ്റ്റൈലുമായി വന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ പതിഞ്ഞ താളവും മനോഭാവവും മാറ്റിയെഴുതിയ ഡെയറിംഗ് ഹീറോ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ.